ഹലോ, വെൽക്കം ബാക്ക്. ഇന്നൊരു ലഞ്ച് വ്ളോഗാണ് കാണിക്കുന്നത്. ഞങ്ങൾക്ക് ലഞ്ചിനുണ്ടാക്കിയത് ഫ്രൈഡ് റൈസും സോയ ഫ്രൈയും ആൻഡ് റൈത്തയും കൂടെയാണ്. അപ്പോൾ അതിൻ്റെ വീഡിയോ ആണ് ഞാനിന്നിവിടെ കാണിക്കുന്നത്. അപ്പോൾ ഫ്രഞ്ച് ഫ്രൈസിന് വേണ്ടിയിട്ട് ഞാൻ ആദ്യം തന്നെ 2 കപ്പ് ബസ്മതി റൈസ് ഇവിടെ കുതിർത്ത് വെക്കുന്നുണ്ട്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലേക്കുള്ള റൈത്ത തയ്യാറാക്കിയെടുക്കാം. ഇതിനു വേണ്ടി ഒരു സവാള പൊടിയായി അരിഞ്ഞതിന് ശേഷം ഉപ്പിട്ട് നന്നായി തിരുമ്മിയെടുക്കണം. ഇതിലേക്ക് ഒരു ക്യാരറ്റ് ചെറുതായി അരിഞ്ഞതും മല്ലിയില, ഒരു പച്ചമുളക് ഇത്രയും കൂടെ ചേർത്തതിന് ശേഷം ആവശ്യത്തിന് യോഗേർട്ടും കൂടെ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്കത് ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കാം. ഫ്രിഡ്ജിലിരുന്ന് നന്നായി തണുത്ത് കഴിഞ്ഞാലാണ് ഇത് നമുക്ക് കഴിക്കാൻ കൂടുതൽ ടേസ്റ്റായിട്ട് വരുന്നത്. ഇനി നമുക്ക് സോയ ചങ്ക്സ് വറുത്തെടുക്കാം. അതിനു വേണ്ടി ഞാനിവിടെ 1 കപ്പ് സോയാബീനാണ് എടുത്തിട്ടുള്ളത്. നന്നായി തിളച്ച് വരുന്ന വെള്ളത്തിലേക്ക് ഈ സോയാബീൻ ഇട്ട് ഉപ്പും ഇട്ട് കുറച്ച് നേരം നമ്മൾ അടച്ചു വെക്കാം. ഒരു 10 മിനിറ്റ് കഴിഞ്ഞ് വെള്ളമൊക്കെ ഊറ്റിക്കളഞ്ഞ് നന്നായി പിഴിഞ്ഞെടുക്കണം. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ ആവശ്യത്തിന് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഗരം മസാല, പെരുംജീരകം, ജിഞ്ചർ ഗാർലിക് ആൻഡ് യോഗർട്ട് ഇത്രയും സാധനങ്ങൾ ചേർത്ത് 1 ടീസ്പൂൺ കോൺഫ്ലോറും കൂടെ ചേർക്കുന്നുണ്ട്. അത്രയും സാധനങ്ങൾ ചേർത്ത് നന്നായി മിക്സ് ചെയ്തെടുക്കണം. ഇനി നമുക്കിതൊരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം ഓയിലിൽ നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. കുറച്ച് ഓയിൽ മാത്രം ഒഴിച്ചാൽ മതി. എന്നിട്ട് ഇത് സോയാബീൻ ഇട്ടിട്ട് നന്നായിട്ട് ഫ്രൈ ചെയ്തെടുക്കണം. നല്ല മൊരിഞ്ഞ് നല്ല കറുത്ത കളറാകുമ്പോൾ നമുക്കിത് മാറ്റിയെടുക്കാം. നല്ല ടേസ്റ്റിയാണ് ഇത്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടമാവുന്ന ഒരു റെസിപ്പിയാണിത്. ഇതൊന്ന് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. നല്ല അടിപൊളി റെസിപ്പിയാണ്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസ് ഉണ്ടാക്കിയെടുക്കാം. അതിന് വേണ്ടി ആദ്യം തന്നെ നമ്മൾ റൈസ് വേവിച്ചെടുക്കുകയാണ്. ഒരു പാത്രത്തിലേക്ക് കുറച്ചധികം വെള്ളം വെച്ച് ഉപ്പിട്ട് നമ്മൾ കുതിർത്ത് വെച്ച അരിയും കൂടെ ഇട്ട് നന്നായിട്ട് വേവിച്ചെടുക്കണം. നന്നായിട്ട് വെന്ത് കുഴയരുത് അരി. ഒരു 90% കുക്കായാൽ മതിയായിരിക്കും. അത്രയും കുക്കായി കഴിയുമ്പോൾ നമുക്കത് ഊറ്റിയെടുത്ത് ചൂട് മാറാനായിട്ട് മാറ്റി വെക്കാം. കുറച്ചും കൂടെ തണുത്തിരിക്കുന്ന അരിയാണ് ഫ്രൈഡ് റൈസിന് ഏറ്റവും നല്ലത്. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലേക്കുള്ള എഗ്ഗ് ചിക്കിയെടുക്കാം. ഞാൻ നേരത്തെ സോയാബീൻ ഫ്രൈ ചെയ്ത ഓയിലിലേക്കാണ് എഗ്ഗ് ചേർത്ത് കൊടുക്കുന്നത്. ഒരു 3 എഗ്ഗ് പൊട്ടിച്ച് ഉപ്പിട്ട് മിക്സ് ചെയ്തതിന് ശേഷം അതിലിട്ട് സ്ക്രാമ്പിൾ ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഫ്രൈഡ് റൈസിലേക്ക് ഇവിടെ ഒരു സവാളയാണ് ഞാൻ എടുത്തിട്ടുള്ളത്. പൊടിയായി അരിഞ്ഞ ഒരു സവാള സൺഫ്ലവർ ഓയിലിലേക്ക് ഇട്ട് കഴിഞ്ഞ ശേഷം ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ആവശ്യത്തിനുള്ള പച്ചക്കറികൾ ഞാനിവിടെ ഒരു ക്യാപ്സിക്കം, ഒരു ക്യാരറ്റ്, ഒരു ചെറിയ പീസ് ക്യാബേജ് ഇത്രയാണ് എടുത്തിട്ടുള്ളത്. ഒരു പച്ചമുളകും കൂടെ ചെറുതായി അരിഞ്ഞത് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. തീ ഹൈ ഫ്ലെയിമിലിട്ട് ഇത് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മാത്രം മതി. ഇനി ഇതിലേക്ക് നമുക്ക് റൈസ് ഇട്ട് കൊടുക്കാം. റൈസും അതിൻ്റെ കൂടെ നമ്മൾ സോയാ സോസ് ഒരു ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ വിനെഗറും കൂടെ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം. അധികം കുഴഞ്ഞു പോവാതെ നമ്മൾ സൂക്ഷിച്ച് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. ഇതൊന്ന് മിക്സ് ആയി കഴിഞ്ഞതിന് ശേഷം നമ്മൾ നേരത്തെ ചിക്കി എടുത്ത് വെച്ചിട്ടുള്ള എഗ്ഗും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ എഗ്ഗും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ സോയാ സോസും വിനെഗറും എല്ലാം ഈ റൈസിലെ എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ അടിപൊളി ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് ചൂടോടെ തന്നെ കഴിക്കുന്നതാണ് കൂടുതൽ ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ ലഞ്ചിനുണ്ടായിരുന്നത്. ഫ്രൈഡ് റൈസും സോയാബീൻ ഫ്രൈ. നല്ല അടിപൊളി സോയാബീൻ ഫ്രൈ ആണ്. കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടും. അതും പിന്നെ നമ്മൾ റൈത്ത. ഇത്രയായിരുന്നു നമ്മുടെ ലഞ്ചിനുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഒക്കെ എല്ലാവരും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു വെരി മച്ച്.